ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനേ ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് ഓൾമോസ്റ്റ് 2 മാസമായി, 2 മാസത്തിൽ കൂടുതലായി. 2026 ഫെബ്രുവരി 10 നടന്നൊരു പരിപാടി വ്ളോഗ് എടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിവിടെ വന്നത്. എടയ്ക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി എഴുന്നള്ളത്ത് കാണാനാട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഫാമിലി ഉണ്ട്. ആക്ച്വലി ഇവിടെ ഒരു ഹോം സ്റ്റേൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ വന്നത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു താലപ്പൊലി മഹോത്സവം ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ. സോ ഈ ഹോം സ്റ്റേയുടെ ടെറസിൽ നിന്നിട്ടാണ് ഞാൻ ഈ ഒരു ഫുൾ വ്ളോഗും ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാലിക്കറ്റ് ബീച്ച് വില്ലേനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറെ തന്നെ അപ്ലോഡ് ചെയ്യാം. കാരണം ഈ ഒരു വ്ളോഗിൽ അതും കൂടെ ഉൾക്കൊള്ളിച്ചാൽ വലിയ വീഡിയോ ആയി പോവും. അതുകൊണ്ട് ഞാനത് വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം. ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് കേരളത്തിൽ ഈ വേനൽക്കാലം എന്ന് പറയുന്നത് ഉത്സവങ്ങളുടെ കാലം കൂടിയാണ് അല്ലേ. ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ഉത്സവങ്ങളായാലും ഇതുപോലുള്ള താലപ്പൊലി മഹോത്സവങ്ങളൊക്കെ വയ്ക്കുന്നത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, പൊതുവേ ഈ മാസങ്ങളിലാണ് ഉത്സവങ്ങൾ കൂടുതലായിട്ടുള്ളത്. കാരണം ചിലപ്പോൾ മൺസൂൺ സീസൺ അല്ലാത്തത് കൊണ്ടും വേനൽ മഴയൊന്നും ഇല്ലാത്തത് കൊണ്ടും ആയിരിക്കാം അല്ലേ. ഏകദേശം ഒരു 6:30 താലപ്പൊലി വരും എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ വളരെ നേരത്തെ തന്നെ അവിടെ വന്ന് റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. പക്ഷേ താലപ്പൊലി വരാൻ കുറച്ച് നേരം വൈകിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു താലപ്പൊലി അമ്പലത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. അത് അമ്പലത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു വഴി കൂടെ പോയി പിന്നെ ബീച്ച്, ഞാൻ നേരത്തെ കാണിച്ച വീഡിയോയിൽ കാണാം ഫുള്ള് ലൈറ്റ് ഇട്ട് വെച്ചിരിക്കുന്നത്. ആ ഒരു വഴി, അതായത് ബീച്ചിനോട് ചേർന്ന് കിടക്കുന്ന ആ വഴി ചുറ്റി വീണ്ടും ആ താലപ്പൊലി അമ്പലത്തിലേക്ക് തന്നെയാണ് ചെന്നെത്തിച്ചേരുന്നത്. എനിക്ക് വ്യത്യസ്തമായിട്ട് തോന്നിയത് മറ്റൊന്നുമല്ല. സാധാരണ താലപ്പൊലിക്ക് നമ്മൾ തിടമ്പും കാര്യങ്ങളൊക്കെ മുന്നിലുണ്ടാവും, അതുപോലെ ചെണ്ടമേളവും പിന്നെ വെടിക്കെട്ടും. പക്ഷേ ഇങ്ങനൊരു പന്തം കൊണ്ടുള്ള കളിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ നാട്ടിൽ ഗരുഡൻ തുള്ളൽ, അതുപോലെ തന്നെ പൂപ്പട വാരിയെറിയൽ, പിന്നെ അതുപോലെ അമ്മൻകുടം അതൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത്. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അത്രയും ദൂരെ നിന്നിട്ട്, ടെറസിൽ നിന്നിട്ട് പോലും ഞങ്ങൾക്ക് അവിടെ നിന്ന് ഭയങ്കര ചൂടാണ് ഫീൽ ചെയ്തത്. അപ്പം ഞാൻ വിചാരിച്ചു ഈ കുട്ടികൾ കൂടുതലും ചെറുപ്പക്കാരാണ്, ചെറിയ പിള്ളേരാണ് ഇതൊക്കെ കറക്കിക്കൊണ്ടിരുന്നത്. ഞാൻ വിചാരിച്ചു അവർക്ക് നല്ലോണം പൊള്ളുന്നുണ്ടാവില്ലേ എന്ന്. ഈ പന്തം വീശൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഏകദേശം 1 മണിക്കൂറോളം പന്തം വീശലുണ്ടായിരുന്നു. തുമ്പും കുഴലും വാദ്യമേളങ്ങളും പാണ്ടിമേളവും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. അവർ ഏകദേശം 1 മണിക്കൂറോളം ആ ഒരു ഭാഗത്ത് സ്റ്റോപ്പ് ചെയ്ത് കുറേ സമയം അവിടെ പ്രകടനം നടത്തിയതിന് ശേഷമാണ് ബാക്കിലാണ് താലപ്പൊലി വന്നിട്ടുണ്ടായിരുന്നത്. ഈ ട്യൂബ്ലൈറ്റ് ഇട്ടിരിക്കുന്ന വഴി ബീച്ചിനോട് ചേർന്നിട്ടുള്ള വഴിയാണ് കേട്ടോ. താലപ്പൊലി തുടങ്ങുന്നത് ക്ഷേത്രത്തിൽ നിന്ന് തന്നെയാണ്. ക്ഷേത്രത്തിൽ നിന്ന് ദീപാരാധനയ്ക്ക് ശേഷം പന്തംകുളത്തിലോട് കൂടി താലപ്പൊലി തുടങ്ങി അത് ഈ ഒരു വഴിയിലൂടെ നേരെ ക്ഷേത്രത്തിലേക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത്. അതിനുശേഷം അതിൻ്റെ പുറകിലാണ് വെളിച്ചപ്പാടും തിടമ്പെഴുന്നള്ളത്തും വരുന്നത്. അതിൻ്റെയും പുറകിലാണ് താലപ്പൊലി ഏന്തിയ സ്ത്രീകൾ വരുന്നത്. നമ്മൾ യൂഷ്വലി കാണുന്ന താലപ്പൊലിക്കൊക്കെ സ്ത്രീകൾ പൊതുവേ കേരള സാരി അല്ലെങ്കിൽ പട്ടുസാരി, പൊതുവേ കേരള സാരിയാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ള. കേരള സാരി ഉടുത്തിട്ട് അല്ലെങ്കിൽ ചെറിയ പെൺകുട്ടികളൊക്കെ പട്ടുപാവാടയൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ വ്യത്യസ്തമായിട്ടായിരുന്നു കേട്ടോ ഇവരുടെ വസ്ത്രധാരണം. ബ്ലൗസിന് മേലെ മല്ലിൻ്റെ തുണി കൊണ്ട് കച്ച കെട്ടി തലയുടെ മുകളിലായിട്ടാണ് താലം വെച്ചിരുന്നത്. താലത്തിൽ തിരി ഇങ്ങനെ കൊളുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളരെ വ്യത്യസ്തമായിട്ട് തോന്നി. ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ഒരു രീതിയിലുള്ള താലപ്പൊലി കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു താലപ്പൊലി മഹോത്സവം എനിക്ക് വ്യത്യസ്തമായിട്ട് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വ്ളോഗ് എടുത്തത്. എനിക്ക് ശരിക്കും ഇത് വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു താലപ്പൊലി കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വരവ് കാണുന്നത്. നമ്മളിവിടെ താലപ്പൊലിക്ക് വരവ് എന്നാണ് കേട്ടോ പറയുക കോഴിക്കോട് ഭാഗത്തേക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു വരവ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാനത് വ്ളോഗ് എടുത്തിട്ട് എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്.
നമ്മൾ ആക്ച്വലി കാലിക്കറ്റ് ബീച്ച് വില്ലയിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇന്നൊരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്ത് ഇതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ ഇങ്ങനൊരു താലപ്പൊലി നടക്കുന്നുണ്ട്, അത് വളരെ വ്യത്യസ്തമാണ് കാണാൻ എന്ന് അവിടെ നാട്ടുകാർ പറഞ്ഞ് അറിയുണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അന്ന് തന്നെ അവിടെ സ്റ്റേ ചെയ്യാനും ഈ ഒരു വീഡിയോ എടുക്കാനും കാരണമായത്. നമ്മുടെ കാലിക്കറ്റ് ബീച്ച് വില്ലിൻ്റെ മുന്നിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു താലപ്പൊലി സ്റ്റോപ്പ് ചെയ്യുകയും അവിടെ നിന്ന് തന്നെ നമുക്ക് ടെറസിൽ നിന്ന് തന്നെ ഇത് ഫുൾ വീഡിയോ കവർ ചെയ്യാനും പറ്റി. മെയിൻ റോഡിൽ നിന്ന് നേരെ ബീച്ചിലേക്കുള്ള ഈ വഴി എൻഡ് ചെയ്യുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ ബീച്ച് വില്ല വരുന്നത്. ഭാഗ്യത്തിന് ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് അവർ സ്റ്റോപ്പ് ചെയ്ത് പന്തം വീശലും അതുപോലെ കൊമ്പും കുഴലും വാദ്യങ്ങളൊക്കെ ആയിട്ട് കുറേ സമയം ഈ ഒരു താലപ്പൊലി അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ഫുൾ കവർ ചെയ്യാൻ പറ്റി. അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. താലപ്പൊലി കുറച്ചും കൂടി അടുത്ത് പോയി നിന്ന് ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവിടെ തന്നെ നിന്നിട്ടാണ് മതി മറന്ന് അവിടെ നിന്ന് പോയി. താലപ്പൊലി എടുത്തിരിക്കുന്ന സ്ത്രീകളെല്ലാവരും നല്ല സുന്ദരികളായിട്ടാണ് കേട്ടോ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത്. വസ്ത്രം മാത്രമല്ല, ആഭരണങ്ങളും മുല്ലപ്പൂവും എല്ലാവരും നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി തന്നെയാണ് ആ ഒരു ചടങ്ങിന് പങ്കെടുത്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് തോന്നി. എൻ്റെ ക്യാമറയിൽ എത്രത്തോളം അതിൽ ഫീൽ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നി. വലിയ ആൾക്കാർ ഇങ്ങനെ മുണ്ടുമാര് കൊടുക്കും. മുണ്ടല്ല, മറ്റേ തമ്പ്രാട്ടികമാര് കൊടുക്കണം. അത് ധാവണിമാര് കൊടുത്തിട്ട് അതുകൊണ്ട് മാറി മൊത്തം മുണ്ട്, മല്ലിൻ്റെ മുണ്ട്. ഒരു ഇത് കൊളുത്തി കൊടുക്കുന്നുണ്ട്, പക്ഷെ കുറേ പേരുടെ കെട്ടുപോയി. ചിലർക്ക് കെടാൻ പോകുന്ന എടുത്ത് മാറ്റിക്കാളും. ആരുടെ ഇല്ല, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എല്ലാവരുടെയും ഉണ്ടായിരുന്നു. ചിലപ്പോൾ എത്താനായിട്ടുണ്ടാവും. നമ്മളും പക്ഷെ കുറച്ചും കൂടെ ദൂരം ഉണ്ടെന്ന് തോന്നുന്നല്ലോ ഇവിടെ നിന്ന്. താലപ്പൊലി പോയതിൻ്റെ ബാക്കിൽ ഒരു വെടിക്കെട്ടും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞങ്ങൾ അവിടെ നിന്ന് കണ്ടിട്ടാണ് പിന്നെ ഇന്ന് ഹോം സ്റ്റേയിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഹോം സ്റ്റേയിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അടുത്ത വ്ളോഗായിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ താലപ്പൊലി എഴുന്നള്ളത്തിൻ്റെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.